IT മേഖലയിലെ ജീവിത തിരക്കിനിടയിൽ മത്സ്യകൃഷിയിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഉള്ളൂർ സ്വദേശി വിദ്യ. വിവിധയിനം അലങ്കാര മത്സ്യങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ വിദ്യയുടെ പക്കലുണ്ട്. ഇൻഫോസിസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയായ വിദ്യ മത്സ്യകൃഷിക്ക് പുറമെ മറ്റു ചില പൊടിക്കൈകൾ കൂടി പരീക്ഷിക്കുന്നുണ്ട്. തിരക്കോട് തിരക്കാണ് വിദ്യയുടെ ജീവിതം. പക്ഷേ ഹാപ്പിയാണ്. ചെറിയൊരു ആഗ്രഹത്തിൽ തുടങ്ങിയ മീൻ വളർത്തൽ പിന്നീട് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു മത്സ്യകൃഷി തന്നെയാക്കി മാറ്റി. അച്ഛൻ അത്യാവശ്യം മീൻ വളർത്തലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് കുറേ കഴിഞ്ഞ് വീടൊക്കെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ അച്ഛൻ അവിടുത്തെ ടാങ്കൊക്കെ മാറ്റിയായിരുന്നു. പിന്നെ പക്ഷേങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് മീൻ വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ടാങ്ക് വയ്ക്കണം, എൻ്റെ കല്യാണം വരെയും അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു ടാങ്ക്. ഇവിടെ ഇപ്പോൾ ബേസിക്കലി എല്ലാ ഗപ്പികൾ അത്യാവശ്യം നല്ലോണമുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഗപ്പി വെറൈറ്റീസാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഉള്ളത് പോളാറുണ്ട്, ഏഞ്ചൽ ഉണ്ട്, സീബ്ര ഉണ്ട്, റെയിൻബോ നിയോൺ ഉണ്ട്. നിയോൺ റെയിൻബോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാന്റഡ് അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഫിഷ് ഉണ്ട്. അതൊക്കെ ബ്രീഡായി കിടപ്പുണ്ട്, ബ്രീഡ് ചെയ്ത് കിടപ്പുണ്ട്. പിന്നെ ക്രേ ഫിഷ് ഉണ്ട്, അത് ഈ ലോബ്സ്റ്റർ വെറൈറ്റിയാണ്. അതും നമ്മളിവിടെ ഈ പറയുന്ന കണക്ക് പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയാണ്. പക്ഷെ അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളൊക്കെ കിട്ടി. വർണ്ണമത്സ്യങ്ങൾ മാത്രമല്ല, വിവിധ ഇനം ചെടികളും പക്ഷികളും നായ്ക്കളുമെല്ലാം വിദ്യയുടെ വീട്ടുമുറ്റത്തുണ്ട്. എനിക്കിവിടെ നേരത്തെ താറാവുകളുണ്ട്. ഇവരൊക്കെ ഒരു 2 വർഷമായ താറാവുകളാണ്. അപ്പോൾ മണിത്താറാവുകളാണ്. നാടൻ താറാവുകളും ഉണ്ടായിരുന്നു. നാടൻ താറാവുകൾ എല്ലാം ഒരുപാട് ഏജ്ഡായി ഇപ്പോൾ കൊടുത്ത് തീർത്തതേ ഉള്ളൂ. പിന്നെ വാത്തയുണ്ട്, ഗൂസ്. അവർ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടേക്കുന്ന, അത് അവർക്കും ഏജ് ഉള്ളതാണ്, 2 വർഷമൊക്കെ ആയതാണ്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.